എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന 10th ലെവൽ പ്രിലിമിനറിയുടെ 6ാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് കഴിഞ്ഞ 5 ഘട്ടങ്ങളിലായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച കണക്കിൽ ആവർത്തിച്ച് ചോദിച്ച ടോപ്പിക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേയുള്ള എക്സാമിനൊക്കെ വേണ്ടിയിട്ട് അതിന് മുൻപ് നടന്ന പ്രിലിംസിൻ്റെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് അത് വെച്ച് നമ്മൾ ക്ലാസ്സുകളും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 6ാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള GK ഭാഗം, കറണ്ട് അഫയേഴ്സ് അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കണക്കിൽ ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം പേരിലോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ കാണിച്ചു തന്നിട്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു എന്ന് പറയുമ്പോൾ ഓരോ ഘട്ടങ്ങളിലുമായിട്ട് ചോദിച്ച കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് അതായത് ഇപ്പം എന്താണ് വീതി, അതായത് പരപ്പളവൊക്കെ ഇല്ലേ, വീതി നീളമൊക്കെ വെച്ച് നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള മട്ടത്രികോണം, ചതുരം, അതിൻ്റെ എല്ലാം പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം കുറേ അധികം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് നോക്കുക. ആദ്യത്തെ ഘട്ടത്തിൽ ചോദിച്ചതാണ് 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു വാതിൽ ഉൾക്കൊള്ളുന്ന ഒരു ചുമരിൻ്റെ നീളം 5.5 മീറ്ററും വീതി 4.2 മീറ്ററും ആണ്. ചതുരശ്ര മീറ്ററിന് 24 രൂപ നിരക്കിൽ ഈ ചുമർ സിമന്റ് തേക്കാൻ എത്ര രൂപ ചിലവ് തരും? അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അവിടെ നമുക്ക് പരപ്പളവാണ് അല്ലെ, ചുമര് തേക്കാൻ എത്ര രൂപ ചിലവ് വരും എന്ന് പറയുമ്പോൾ ചുമരിന്റെ പരപ്പളവാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 10 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററുമാണ്. ഈ വശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 20%, 25% വർദ്ധിപ്പിച്ചാൽ പരപ്പളവിലെ വർധനവ് എത്രയാണ്? പരപ്പളവുമായി റിലേറ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം. ചതുരാകൃതിയിലുള്ള ഒരു തകര ഷീറ്റിന്റെ നീളവും വീതിയും യഥാക്രമം 12.5 മീറ്ററും 10.2/3 മീറ്ററുമാണെങ്കിൽ അതിന്റെ ചുറ്റളവ് എത്രയാണ്? അടുത്ത ചോദ്യം വന്നത് നീളം 3.4 മീറ്ററും വീതി 9.1/3 മീറ്ററുമായ ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണ്? അപ്പോൾ പരപ്പളവാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, പിന്നെ ഒരു ചുറ്റളവും. അങ്ങനെ 5 ഘട്ടങ്ങളിലായിട്ട് 4 ചോദ്യമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ചതുരത്തിൻ്റെയും ത്രികോണത്തിൻ്റെയും എല്ലാം നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാനുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ പരപ്പളവ് കണ്ടുപിടിക്കുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, മിനിമം നമ്മൾ ഇക്വേഷൻ എങ്കിലും നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, പരപ്പളവ് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ശ്രേണിയാണ്. ശ്രേണിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ 5 ഘട്ടങ്ങളിലായിട്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ ഏതാണ്? 1ാം ഘട്ടത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതും 1 അല്ലേ. ഇനി 2ാം ഘട്ടത്തിൽ ചോദിച്ചത് അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ശ്രേണിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ദെൻ അടുത്ത 3ാം ഘട്ടത്തിലും ചോദിച്ചു ശ്രേണി ഇതിലെ അടുത്ത പദം ഏതാണ് എന്ന് ചോദിച്ചു. അടുത്ത 4ാം ഘട്ടത്തിലും ചോദിച്ചു ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്. ദെൻ 5ാം ഘട്ടത്തിൽ ചോദിച്ചു ഇങ്ങനെ 2z5 7y7 14x9 23w11 34v13. ഇനി അടുത്തത് എന്താണ് വരിക? അതും ശ്രേണിയിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ 5 ഘട്ടങ്ങളിലും ഓരോ ചോദ്യം വീതം ശ്രേണിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശ്രേണിയിൽ തന്നെ കുറേ അധികം പലതരത്തിലുള്ള റിലേഷൻ വരുന്ന ശ്രേണികൾ പഠിക്കാനുണ്ട്. അപ്പോൾ കുറേ ടൈപ്പൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് വെക്കുക കേട്ടോ. സ്ക്വയർ ആണോ, സ്ക്വയറിൻ്റെ അടുത്ത് കിടക്കുന്ന നമ്പർ ആണോ, ക്യൂബ് ആണോ, ക്യൂബിൻ്റെ അടുത്ത് കിടക്കുന്നതാണോ? ഓക്കെ, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ടൈപ്പിലെ ശ്രേണികൾ അവിടെ വരാവുന്നതാണ്. അപ്പോൾ ആ ടൈപ്പിലുള്ള ശ്രേണികളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊരു ടോപ്പിക്കാണ് ശ്രേണി എന്ന് പറയുന്നത്. 2ാമത്തെ ടോപ്പിക്ക് കിട്ടിയല്ലോ, 10 ടോപ്പിക്കാണുള്ളത്. ഇനി 3ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദശാംശ സംഖ്യകളാണ്. ദശാംശ സംഖ്യകളുടെ ഗുണനം, ഹരണം, കൂട്ടൽ, കുറയ്ക്കൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാ ഭാഗത്തും നമുക്ക് ഓൾമോസ്റ്റ് ദശാംശ സംഖ്യകളുടെ ചോദ്യം വന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം. 0.49 ഹോൾ റേസ് ടു 6 ആണ്. അതിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.49 കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ദശാംശ സംഖ്യയുടെ ഭാഗത്ത് വരുന്നതാണ്. അടുത്ത ചോദ്യം 13.01 പ്ലസ് 14.032 മൈനസ് 10.43.
അപ്പോൾ ദശാംശ സംഖ്യ കൂട്ടാനും കുറയ്ക്കാനും അറിയുന്നവർക്കാണ് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അത് പഠിച്ചിരിക്കണം. അടുത്ത ഘട്ടത്തിൽ ചോദിച്ചത് 18.793 ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഇത് കുറയ്ക്കാൻ അറിഞ്ഞാലാണ് അല്ലേ, ദശാംശ സംഖ്യകൾ കുറയ്ക്കാൻ അറിഞ്ഞാലാണ് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തതിൽ ചോദിച്ചത് ശരി ഉത്തരം ഏതെന്ന് കണ്ടുപിടിക്കുക. 345.72 ഇൻറ്റു 7.46 ദശാംശ സംഖ്യകളുടെ ഗുണനമാണ് അല്ലേ, ദശാംശ സംഖ്യകളുടെ ഗുണനമാണ്. അപ്പോൾ ദശാംശ സംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ പഠിച്ചാലാണ് നമുക്ക് ഈ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 4 ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ട് 5 ഘട്ടങ്ങളിലായിട്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബോഡ് മാസ് റൂളാണ്. ബോഡ് മാസ് റൂളിൻ്റെയും നമുക്ക് ഓരോ ഘട്ടത്തിലും ഓരോ ചോദ്യം വെച്ച് ചോദിച്ചിട്ടുണ്ട്. നോക്കുക, ആദ്യ ഘട്ടത്തിൽ ചോദിച്ചത് 40 - 8 ഹരിക്കണം 2 × 3 ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബോഡ് മാസ് റൂൾ നമുക്ക് അറിയണം. അടുത്തത് നോക്കുക, -3 × 5 - 2 +-3 × 0 ഇവിടെ എത്രയാണ് വരിക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് പ്ലസ് എന്ന് പറയുന്നത് ഗുണിക്കുന്ന, മൈനസ് എന്ന് പറയുന്നത് ഹരണം, ഗുണനം എന്നാൽ കൂട്ടൽ, ഹരണം എന്നാൽ മൈനസുമായാൽ 12 - 3 × 4 + 2 ഹരിക്കണം 5ന്റെ വില എന്താണ്? ബോഡ് മാസ് റൂൾ അറിഞ്ഞാലാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് 4 ചോദ്യമാണ് ബോഡ് മാസ് റൂളിൽ നിന്നും 5 ഘട്ടങ്ങളിലായിട്ട് ചോദിച്ചത്. അപ്പോൾ അടുത്ത ടോപ്പിക് കിട്ടിയല്ലോ, ബോഡ് മാസ് റൂള്. ഇനി അടുത്ത ടോപ്പിക്ക് ഏജ് പ്രോബ്ലംസ് ആണ് കേട്ടോ, വയസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എല്ലാ ഘട്ടത്തിലും നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട്. നോക്കുക, ആദ്യ ഘട്ടത്തിൽ ചോദിച്ചത് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 5 വർഷം ചേർത്തതാണ്. ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് 44 ആണെങ്കിൽ 7 വർഷങ്ങൾക്ക് ശേഷം മകൻ്റെ വയസ്സ് എത്രയായിരിക്കും? അപ്പോൾ ഇത് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ ചോദിച്ചത് റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്, രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ്, സുമയുടെ വയസ്സ് 64 ആണെങ്കിൽ റാണിയുടെ വയസ്സ് എത്രയാണ്? ഇനി മൂന്നാം ഘട്ടത്തിൽ ചോദിച്ചത് ശ്രുതിയുടെ പിതാവ് ശ്രുതിയുടെ മുത്തച്ഛനേക്കാൾ 26 വയസ്സ് ഇളയതും ശ്രുതിയേക്കാൾ 29 വയസ്സ് കൂടുതലുമാണ്. മൂവരുടെയും പ്രായത്തിന്റെ ആകെ തുക 135 വർഷമാണ്. എങ്കിൽ ശ്രുതിയുടെ വയസ്സ് എത്ര? ഞാനിവിടെ ആൻസർ ഒന്നും പറയാത്തത് മാത്സിന്റെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ട് കാര്യമില്ല, അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലേ കാര്യമുള്ളൂ അല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് ആൻസർ വായിക്കാത്തത് കേട്ടോ. ഇനി നാലാം ഘട്ടത്തിൽ ചോദിച്ചത് 2 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 4 മടങ്ങ് വയസ്സായിരുന്നു, 2 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ 3 മടങ്ങ് വയസ്സാകും, എന്നാൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? അഞ്ചാം ഘട്ടത്തിൽ ചോദിച്ചു AB എന്നിവരുടെ വയസ്സിന്റെ റേഷ്യോ 5:4 ആണ്. 5 വർഷം കഴിഞ്ഞാൽ അത് 10:9 ആവും, എന്നാൽ എയുടെ വയസ്സ് ഇന്ന് എത്രയാണ്? അപ്പോൾ വയസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാ ഘട്ടത്തിലും ഓരോ ചോദ്യം വെച്ച് 5 ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടോപ്പിക് കിട്ടിയല്ലോ, ഏജ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗം. സംഖ്യകളുടെ ഭാഗത്തു നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നോക്കാം, ഒരു 2 അക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9 ആണ്. അക്കങ്ങൾ തലതിരിച്ച് എഴുതുമ്പോൾ പുതിയ സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. സംഖ്യ ഏതാണ്? സംഖ്യകളുടെ ഭാഗത്ത് നമ്മൾ എക്സ് ഒക്കെ വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഓക്കെ, അടുത്തത് നോക്കുക, എയും ബിയും 10ന് താഴെയുള്ള 2 എണ്ണൽ സംഖ്യകളാണ്. ഒരുമിച്ച് എഴുതിയാൽ കിട്ടുന്ന 2 അക്ക സംഖ്യകളാവുന്ന ബിയുടെയും B3യുടെയും ഗുണനഫലം 57A ആണെങ്കിൽ എയുടെ വില എത്രയാണ്? അപ്പോൾ ഇത് സംഖ്യകളുടെ പ്രോബ്ലം ആണ്. അടുത്ത നോക്കാം, താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ തരംതിരിച്ചാൽ മൂന്നാമത്തേത് ഏത് സംഖ്യ ആയിരിക്കും? അടുത്ത ചോദിച്ചു ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ അനഘസംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. അപ്പോൾ പെർഫെക്റ്റ് നമ്പർ അറിഞ്ഞാലാണ് നമുക്ക് അല്ലാത്തത് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അടുത്തത് ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യയാകാൻ സാധ്യത ഇല്ലാത്തത് ഏത്? അപ്പോൾ പൂർണ്ണവർഗം എന്താണെന്ന് അറിഞ്ഞാലാണ് അതല്ലാതിരിക്കാൻ സാധ്യത ഇല്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ചോദിച്ചത് 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക. അപ്പോൾ നമുക്ക് അവിടെ എന്താ അറിയണം? ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ അറിയണം. അടുത്ത ചോദ്യം 6, 8, 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അവിടെ നമുക്ക് നിശേഷഹരണം അല്ലേ, അതും സംഖ്യകളെ കുറിച്ചുള്ള അറിവൊക്കെ ഉണ്ടെങ്കിലാണ് ആ ഒരു ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് 11, 15, 21 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ക്രമത്തിൽ 9, 13, 19 എന്നിവ ബാക്കി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇത്. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ സംഖ്യകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ചോദ്യങ്ങൾ അല്ലെ എത്രയും ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നോക്കുക,
അടുത്ത് വരുന്നത് ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. എല്ലാ ഘട്ടത്തിലും നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നോക്കാം. ആദ്യത്തെ ചോദ്യം, രാഹുൽ 2500 രൂപയ്ക്ക് ഒരു പഴയ TV വാങ്ങി 1000 രൂപ മുടക്കി കേടുപാടുകൾ തീർത്ത് 3850 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റാൽ രാഹുലിന് എത്ര ശതമാനം ലാഭമാണ് ലഭിച്ചത്? ലാഭം കാണാനാണ്, ലാഭശതമാനം കാണാൻ. അടുത്ത ഘട്ടം ചോദിച്ചു, 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റാൽ നഷ്ടം എത്രയാണ്? നഷ്ടം കണ്ടുപിടിക്കാനാണ്. അടുത്ത ചോദ്യം നോക്കാം. സാത്വിക് 35 ലക്ഷം രൂപയ്ക്ക് ഒരു പഴയ വീട് വാങ്ങുകയും 3 ലക്ഷം രൂപ അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിക്കുകയും ചെയ്തു. പിന്നെ അവൻ അത് 5% ലാഭത്തിൽ വിറ്റു എങ്കിൽ സാത്വികിന് എത്ര രൂപ കിട്ടി? അടുത്ത ചോദ്യം ചോദിച്ചത്, 750 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിൽക്കുമ്പോൾ 14% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? അടുത്തത് വന്നത്, രാമു 1500 രൂപയ്ക്ക് വാങ്ങിയ ഒരു മേശ 1200 രൂപയ്ക്ക് വിൽക്കുന്നുവെങ്കിൽ നഷ്ടശതമാനം എത്രയാണ്? അപ്പോൾ അവിടെ നഷ്ടശതമാനം ചോദിച്ചു. 20% ലാഭത്തിൽ ഒരു വസ്തു വിറ്റപ്പോൾ 60 രൂപ കിട്ടിയെങ്കിൽ വാങ്ങിയ വില എന്താണ്? അപ്പോൾ ഇവിടെ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നും ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 5-6 ക്വസ്റ്റ്യനോളം അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്ക് എഴുതി വെക്കുക. അടുത്ത ടോപ്പിക്ക് നമുക്ക് വരുന്നത് ദൂരവും. ഓക്കെ, ദൂരവും സമയവും ദൂരവും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അതും എല്ലാ ഘട്ടത്തിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദിച്ചത്, 45 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം 4 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? ദൂരം കണ്ടുപിടിക്കാനാണ്. അടുത്തത്, 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡ് ആണ് എങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് എത്ര സമയം വേണം? സമയം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്തത്, ഒരു ബസ് യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 കിലോമീറ്റർ പെർ അവർ വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ ശരാശരി 20 കിലോമീറ്റർ പെർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം എത്രയാണ്? വേഗം കണ്ടുപിടിക്കാനാണ്. ദെൻ 120 മീറ്റർ നീളമുള്ള തീവണ്ടി 108 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 180 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയമെടുക്കും? അടുത്ത ചോദ്യം വന്നത്, ഒഴുക്കിനൊപ്പം ഒരു ബോട്ടിന്റെ വേഗം 13 കിലോമീറ്റർ ആണ്. ഒഴുക്കിന്റെ വേഗം 25 കിലോമീറ്റർ ആയാൽ ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗം എന്താണ്? അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ സമയവും ദൂരവും എന്ന് പറയുന്ന ആ ഒരു ഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 5 ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് 5 ഘട്ടങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കും എഴുതി വയ്ക്കാം. ഇനി അടുത്തത്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം 5 ഘട്ടങ്ങളിലും ആവർത്തിച്ച് ചോദിച്ച 8 ടോപ്പിക്സ് നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ, സമയവും ദൂരവും, ശ്രേണി, ബോർഡ് മാസ്, സംഖ്യകൾ, അങ്ങനെ എന്താണ് ഏജ് പ്രോബ്ലംസ്, അങ്ങനെ നമ്മൾ 8 ടോപ്പിക്കാണ് ഒരുപോലെ 5 ഘട്ടത്തിലും ആവർത്തിച്ചത് പഠിച്ചത്. ആ 8 ടോപ്പിക്സും വളരെ വൃത്തിയായിട്ട് പഠിക്കാം. ഇനി 2 ഘട്ടങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു ഒരേ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. അതാണ് 2 ടോപ്പിക്ക്. ഒന്ന് കലണ്ടറിനെ കുറിച്ച് 2 ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും ഇതേ തീയതികളുടെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതികളുടെയും തുക 62 ആണെങ്കിൽ ഇതിലെ ആദ്യ ദിനം ഈ മാസത്തിലെ എത്രാമത്തെ ദിവസമാണ്? അതൊരു ക്വസ്റ്റ്യൻ. അടുത്ത വന്നത്, ഒരു മാസത്തിലെ 3-ാം തീയതി വെള്ളിയാഴ്ച ആണെങ്കിൽ ആ മാസത്തിലെ 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം ഏതാണ്? അപ്പോൾ ഇത് രണ്ടും കലണ്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നതാണ്. ദെൻ അടുത്ത ഒരു ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ആദ്യഘട്ട പരീക്ഷയുടെ ആൻസർ കീ നമ്മൾ മാത്സിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഒരു മെത്തേഡിൽ. അതായത് 1/2 തുടങ്ങി പകുതി വീതം ഇങ്ങനെ കൂടിപ്പോകുന്ന സംഖ്യകൾ വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. കണ്ടോ, 1/2 + 1/4 + 1/8 പകുതി വീതം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുകയാണ് അല്ലേ. 1/2 തുടങ്ങി ഇവിടെയും അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ വരുന്നതിൻ്റെ കാൽക്കുലേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം 2 ഇടത്ത് ഒരുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മാത്സിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള 10 ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ടോപ്പിക്സ് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ 10 ടോപ്പിക്സ് ആവർത്തിച്ച് ചോദിച്ച ഭാഗങ്ങൾ മൊത്തമായിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ക്ലാസ് ചെയ്യണമെന്ന്. സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം നോക്കട്ടെ, എക്സാമിന് മുന്നേ പറ്റിയാൽ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, മാക്സിമം ഞാൻ ശ്രമിക്കുന്നതാണ് ചെയ്യാനായിട്ട്. ഈ പറയുന്ന 10 ടോപ്പിക്സും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്ലാസ് ഞാൻ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ PDF ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ഇട്ട് തന്നേക്കാം. അപ്പോൾ ടെലഗ്രാമിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. പക്ഷേ പലർക്കും ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു വിഷമിക്കേണ്ട. ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നോളും. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്